ഓം ശാന്തി. ഞാൻ സെക്കൻഡിൽ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മനസ്സ് ശാന്തമാണ്. വിചാരങ്ങൾ മന്ദഗതിയിലാകുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. മസ്തകത്തിൽ തിളങ്ങുന്ന ദിവ്യ സ്വരൂപത്തെ കാണുന്നു. ഞാനൊരു ചൈതന്യ നക്ഷത്രമാണ്. ഒരു ശ്രേഷ്ഠ ബുദ്ധി, വിശാല ബുദ്ധി, മഹാനാത്മാവാണ്. ഈ പഴയ ലോകത്തിൽ ഞാൻ ഒരു അതിഥിയായി വന്നിരിക്കുന്നു. ഓരോ സങ്കല്പവും ഓരോ കർമ്മവും അതിഥിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നു. യാതൊരു രൂപത്തിൻ്റെയും നിറത്തിൻ്റെയും ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ ഈ ശരീരത്തിൽ നിന്നും വേറെയാണ്. ഞാനൊരു നിരാകാരി ശക്തിയാണ്. ദേഹത്തെ ചെയ്യിപ്പിക്കുന്നവരാണ്. ഈ സ്മൃതിയിൽ ദേഹ അഹങ്കാരത്തിൽ നിന്നും മുക്തമാണ്. ഞാൻ സമ്പൂർണ്ണ ശ്രേഷ്ഠ വിശാല ബുദ്ധി ആത്മാവാകുന്നു. ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകുന്നതിലൂടെ ബുദ്ധി സ്വച്ഛമാകുന്നു. അനേക ജന്മങ്ങളെടുത്തപ്പോൾ പവിത്രതയുടെ ശക്തി കുറഞ്ഞു പോയിരിക്കുന്നു. സ്വയത്തെ തിരിച്ചറിയാനുള്ള ശക്തിയുമില്ലാതായി. ഇപ്പോൾ സംഗമയുഗത്തിൽ സ്വയം പിതാ പരമാത്മാ എന്നിൽ സ്മൃതി ഉണർത്തിയിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്ര നിർവികാരി പൂജ്യ ദേവതയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ സമ്പൂർണ്ണ നിർവികാരിയാകുന്നു. ഞാനിപ്പോൾ എൻ്റെ ബുദ്ധിയെ നിരീക്ഷിക്കുന്നു. എൻ്റെ ബുദ്ധി ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങുന്നില്ല. വിശാലതയിലേക്ക് തുറക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. ഞാൻ എന്നെ ഒരു വിശാല ആകാശത്തിലേതുപോലെ കാണുന്നു. എന്ത് വന്നാലും സ്വീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ പ്രഭാവത്തിൽ കുടുങ്ങുന്നില്ല. ഏത് സാഹചര്യത്തെയും ശാന്തമായി കാണുന്നു. എൻ്റെ ബുദ്ധി ഈശ്വരീയ ജ്ഞാനത്തിലൂടെ വിശാലമായിരിക്കുന്നു. ഞാൻ പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. പരമാത്മാവിൻ്റെ ഈശ്വരീയ പ്രകാശത്താലും ശക്തിയാലും എൻ്റെ ബുദ്ധി ശുദ്ധമാകുകയാണ്. നെഗറ്റീവ് ചിന്തകളും വ്യർത്ഥ ചിന്തകളും അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, ഓരോരുത്തരും അവരുടെ പാർട്ട് അക്യുറേറ്റായി അഭിനയിക്കുന്നു. അതിനാൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാൻ ഉയർന്ന അവസ്ഥയിലാണ്. എൻ്റെ ചിന്തകൾ ശുദ്ധമാണ്. എൻ്റെ ബുദ്ധി തെളിഞ്ഞിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും വിശാല മനസ്സോടുകൂടി പ്രതികരിക്കുന്നു.
മുഴുവൻ ദിവസവും സേവനത്തിൻ്റെ ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും പതിതരിൽ നിന്നും പാവനമാക്കാം ഈ ചിന്ത സദാ നടക്കുന്നു. അനേകരെ തനിക്ക് സമാനമാക്കുന്നു. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിച്ച് സദാകാലത്തേക്ക് എല്ലാ ദുഃഖവും ഇല്ലാതാക്കുന്നു. സഹോദര ദൃഷ്ടിയിലൂടെ പരിവർത്തനപ്പെടുന്നു. ഞാനും ബാബയെ പോലെ അശരീരിയാകുന്നു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നു. ദേഹാഭിമാനത്തിൻ്റെ വാതിലുകൾ അടച്ച് മായയുടെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നു. മനസാ വാചാ കർമ്മണ ആർക്കും ദുഃഖം കൊടുക്കില്ല. ഞാൻ ബാബയെ ഓർമ്മിച്ച് മധുരമായി മാറുന്നു. ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകണം. ബാബയെ ഓർമ്മിച്ച് ഭൂതത്തെ ഓടിക്കുന്നു. എല്ലാ വികാരങ്ങളെയും ദാനം നൽകി ഗ്രഹണമില്ലാതാക്കുന്നു. ഞാൻ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ദൈവിക ഗുണം ധാരണ ചെയ്ത് വളരെ മധുരമായി മാറുന്നു. എൻ്റെ പുരുഷാർത്ഥത്തിലൂടെ സ്വയത്തിന് രാജതിലകം നൽകുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ആത്മാവിലെ കറയിളകി ശുദ്ധമായ സ്വർണമാകുന്നതാണ് അന്തിമ കർമാതീത അവസ്ഥ. മുഖ്യമായ കാര്യം ദേഹി അഭിമാനിയാകുന്നതാണ്. ഞാൻ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ ഞാൻ ആത്മാവ് സ്വർണ്ണ സമാനമാകുന്നു. ഞാൻ വിശാല ബുദ്ധിയായി സേവനത്തിൽ മുഴുകുന്നു. ഉറച്ച പ്രതിജ്ഞ ചെയ്യുന്നു. ബാബയെ ഒരിക്കലും മറക്കില്ല. എത്ര സാധിക്കുമോ അത്രയും സമയത്തെ സഫലമാക്കുന്നു. ഇത് ഈശ്വരീയ മത്സരമാണ് നടക്കുന്നത്. എത്ര മുന്നോട്ടോടുന്നുവോ അത്രയും പുതിയ ലോകത്തിൻ്റെ സുന്ദര ദൃശ്യം സമീപത്ത് വരുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ സർവശ്രേഷ്ഠമായ പൊസിഷന്റെ ലഹരിയിലൂടെ അനേക ആത്മാക്കളുടെ മംഗളം ചെയ്യുന്ന അധികാരി സ്വരൂപമാകുന്നു. ഏറ്റവും വലിയ പൊസിഷനാണ് ഞാൻ സർവശക്തിവാന്റെ സന്താനമാണ് എന്നത്. ഈ ലഹരിയിൽ മായയുടെ അധീനത സമാപ്തമാകുന്നു. ആത്മാക്കളുടെ മംഗളം ചെയ്യാനാകും. സദാകാലത്തേക്ക് രാജ്യഭാഗ്യം പ്രാപ്തമാകും. വിശ്വം മുന്നിൽ തലകനിക്കുന്നു. ചെയ്യിപ്പിക്കുന്ന ബാബയുടെ സ്മൃതിയിലൂടെ ഞാൻ എന്ന ഭാവത്തെ സമാപ്തമാക്കുന്നു. ഓം ശാന്തി.